കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവനവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിരിക്കുന്ന പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയപ്പെട്ട ഇന്നത്തെ 2 വായനകളും നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട 2 വേരുകളെക്കുറിച്ച്. ഒന്നാമത്തെ വേര് ദൈവത്തിലേക്കുള്ള നമ്മുടെ വേര്. രണ്ടാമത്തെ വേര് സമൂഹത്തിലേക്കുള്ള നമ്മുടെ വേര്. ഈ 2 വേരുകളും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, ജോബ് പറഞ്ഞൊരു കാര്യം. അവനെ സാത്താൻ അമ്മാനമാടിയവന്. സാത്താൻ അവനെ അമ്മാനമാടി. പക്ഷെ നമ്മൾ കാണുകയാണ്, ജോബ് അവിടെ സാത്താനെ ഭയപ്പെട്ടില്ല, അവൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയില്ല. മറിച്ച് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ഈ ചർമ്മം ഇത് കംപ്ലീറ്റ് അഴുകിപ്പോയാലും അതിനകത്ത് ഒരു മാംസമുണ്ട്. ആ മാംസത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമ്പം ആ നഷ്ടപ്പെട്ട സാധനത്തെക്കുറിച്ചല്ലേ കൂടുതൽ ചിന്തിക്കാറുള്ളത്. നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എത്ര പേര് ചിന്തിക്കും? നഷ്ടപ്പെട്ടത് നിസ്സാര കാര്യമാണേലും ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചിന്തിച്ച് ആകുലപ്പെട്ട് പരാതി പരിഭവം പറഞ്ഞ് നമ്മൾ നടന്നെന്ന് വരും. ഇനി അതല്ലാതെ ബാക്കി നമ്മുടെ കൈവശമുള്ളത് നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൽ നേട്ടമായി കാണേണ്ട പലതും അങ്ങനെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എത്ര പേരെ കിട്ടും? അതിന് ശരിക്കും നമ്മൾ ദൈവത്തിലേക്ക് വേരുള്ളവരായിട്ട് മാറണം. നമ്മൾ കാണുന്നുണ്ട് ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാമത്തെ വചനം പറയുകയാണ്, നിന്റെ ആശ്രയത്വം മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ലോകത്തിൻ്റെ വസ്തുക്കളിലുമൊക്കെ ആണെങ്കിൽ നീ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. എപ്പം വേണേലും അത് ഉണങ്ങിപ്പോവാം. വേണേ 1 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം, ഒരല്പം ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിലായിരിക്കാം, ഒരല്പം സൗന്ദര്യം നഷ്ടമായതിൻ്റെ പേരിലായിരിക്കാം. ഒരുപാട് ആകുലപ്പെടുന്ന നിരാശപ്പെടുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും.
അത് മനുഷ്യരിലും മാനുഷിക ശക്തിയിലും ആശ്രയിക്കുന്നവരായതുകൊണ്ടാണ് അങ്ങനെ വരിക. ഒരു മരുഭൂമിയിൽ കുറ്റിച്ചെടി പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഉണങ്ങിപ്പോകാൻ പറ്റും. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ജെറമിയ 17:7, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്, അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് ജലവുമായിട്ട് കണക്ഷനുണ്ട്. ഇതിന് വേനൽക്കാലത്തെ പേടിക്കേണ്ടതില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിലേക്ക് വേരുള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ. അങ്ങനെയുള്ളവർ സാത്താനെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാണാൻ സാധിക്കും, ദൈവവചനം ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ വേറെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇതാ ഞാൻ പാമ്പുകളുടെയും തേളുകളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവയൊന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇന്ന് കണ്ട പല്ലിയും പാറ്റായും ഒക്കെ പേടിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ കാണാൻ പറ്റും. സാത്താനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ദൈവമക്കളെ കാണാൻ സാധിക്കും. ഞാനിന്ന് ആത്മീയ ഭോജ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ മാർപ്പാപ്പ സൂചിപ്പിച്ചൊരു കാര്യമാണ്, സാത്താൻ കെട്ടിയിട്ട പട്ടിയാണ്. അതിനെ ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാണാൻ സാധിക്കും, കെട്ടിയിട്ട പട്ടിക്ക് ഇങ്ങോട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കാനോ കടിക്കാനോ പറ്റിയല്ല. അങ്ങോട്ട് എന്നിട്ട് അതിൻ്റെ വിരലിടുവോ അതിനെ താലോലിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ, സാത്താന് നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് പോകണം. അവനൊരു പ്രവേശന കവാടം കൊടുക്കാത്തിടത്തോളം കാലം, യേശുക്രിസ്തുവിനുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇതിനൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇന്ന് വളരെ പരിതാപകരമെന്ന് പറയേണ്ട ഒരവസ്ഥയാണ്. ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ദൈവഭയം വേണ്ടതുപോലെ ഒട്ടില്ലതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവഭയം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെങ്കിലേക്കുള്ള നല്ലൊരു വേരുണ്ടാകും. ആ വേരുള്ളവർ വേനൽക്കാലത്തെ പേടിക്കേണ്ടതില്ല, ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ വേരാണ് സമൂഹത്തിലേക്കുള്ള വേര്. മത്തായി 18:19 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. അതിന് സമൂഹത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് നമുക്കൊരു വേരുണ്ടാകണം. ആ വേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഈ വേരില്ലാത്തതാണ് ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം. ഒറ്റയാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സഭാപ്രസംഗൻ 4-ാം അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒറ്റയാനായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. സാത്താന് നിന്നെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ സാത്താന് കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. 2 പേർ ചേർന്ന് നിന്നാൽ അത്ര എളുപ്പമാകത്തില്ല. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത്, മുപ്പിരിച്ചരടാണോ? നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഭാര്യയും കർത്താവും കൂടെ ചേരുന്നതാണ് മുപ്പിരിച്ചരട്. അങ്ങനെയുള്ള ദമ്പതിമാരെ ഒന്നിനെയും ഭയപ്പെടേണ്ട ഒരാവശ്യം വരില്ലെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ടു, അപ്പസ്തോലന്മാരെ കർത്താവ് അയച്ചു. എങ്ങനെയായിരുന്നു? ഈ 2 പേര്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിലേക്ക് ഒരു വേര് നമുക്കുണ്ടാകണം. മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കാനും ചേർന്ന് പ്രാർത്ഥിക്കാനും ചേർന്ന് ജീവിക്കാനുമുള്ള വലിയൊരു മനസ്സ് നമുക്കുണ്ടാകണം. ചിലരുടെ കുഴപ്പം ആരുമായിട്ടും ചേർന്ന് പോകത്തില്ല. അവർക്ക് സുപ്പീരിയറും പാടില്ല, ഇൻഫീരിയറും പാടില്ല, ഒറ്റയ്ക്ക് നിൽക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിളി. നമ്മുടെ വിളി എന്ന് പറഞ്ഞാൽ സമൂഹ ജീവിതത്തിലേക്കുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കണം. ഈ സമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ ചിലർ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് കുഴപ്പമില്ല. കാരണം അവർ വേറെ ആരെയും നോക്കണ്ട, മറ്റ് വ്യക്തികളുടെ കുറവുകളോ അവരുടെ തെറ്റുകളോ അതൊന്നും നമ്മെ ഏശാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് സമൂഹമില്ലാത്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയ നഷ്ടം ഉണ്ടാവും.
സമൂഹം ഉള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള നേട്ടം നമുക്കുണ്ടാകും. നമ്മൾ കാണുന്നുണ്ട്, ശരീരത്തിൻ്റെ പല അവയവങ്ങൾ എന്നതുപോലെ പ്രവർത്തിക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും റോമാലേഖനത്തിലും എല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ശരീരത്തിന് പല അവയവങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് മറ്റൊരാളെ കൊണ്ട് ആവശ്യമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്കറിയാമല്ലോ, ഒരു എൻജിനീയർക്ക് രോഗം വന്നാൽ ഡോക്ടർ വേണം, ഒരു ഡോക്ടർക്ക് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എൻജിനീയർ വേണം. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാകണം. അതിന് നമ്മൾ 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ തയ്യാറാകണം. രണ്ടാമത്തേത്, മറ്റുള്ളവരുടെ കുറവുകൾ സഹിക്കാൻ നമ്മൾ റെഡിയാകണം. ഈ 2 കാര്യങ്ങൾക്ക് നമ്മൾ റെഡിയാണെങ്കിൽ സമൂഹ ജീവിതം നമുക്ക് വളരെ എളുപ്പമാകും എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇനി മുമ്പോട്ടെങ്കിലും നമുക്ക് ഈശോയിലേക്ക് വേരുള്ളവരാകാൻ, അതുപോലെ തന്നെ സമൂഹത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് ഒരു വേരുള്ളവരായി മാറുവാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി മാറും. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.